ചിലരുണ്ട് കയ്യിലുള്ളത് പകുത്ത് നൽകുമ്പോൾ 10 പേർ അറിയണം, സ്റ്റേജിൻ്റെ മുൻനിരയിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ പറയും ഞാൻ ചെയ്യുന്നത് ഈ ലോകം കാണണ്ട, പടച്ചോൻ കണ്ടാൽ മതിയെന്ന്. പറഞ്ഞു വരുന്നത് കുണിയ ഇബ്രാഹിം ഹാജിക്കാനെ കുറിച്ചാണ്. പണവും സ്വാധീനവും ഉണ്ടായിട്ടും ഏത് സ്റ്റേജിൻ്റെയും മുൻനിരയിൽ ചെന്നിരിക്കാൻ യോഗ്യതയുണ്ടായിട്ടും അദ്ദേഹം ചെയ്തതെന്താ? സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് വേണ്ടി 45 ഏക്കർ ഭൂമി ദാനമായി നൽകിയത് സ്വന്തം സാന്നിധ്യം പോലും ഇല്ലാതെയാണ്. ഒരു നന്ദി വാക്ക് പോലും ആഗ്രഹിക്കാതെ, അത്രമേൽ നിശബ്ദമായിട്ട്. ലോകത്ത് ഇദ്ദേഹത്തെക്കാൾ വലിയ സമ്പന്നൻ ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ വാരിക്കോരി കൊടുക്കാനുള്ള ഈ മനസ്സിൻ്റെ സമ്പത്തിന് മുമ്പിൽ തോറ്റുപോകാത്തവരായിട്ട് ആരുമില്ല. സമസ്തയുടെ മുത്ത് കുണിയയിലെ ഇബ്രാഹിം ഹാജി. 500-ലധികം ഏക്കർ ഭൂമി, ആകാശം തൊട്ടു നിൽക്കുന്ന കെട്ടിടങ്ങൾ, അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വലിപ്പം. ഒരു സമ്മേളനത്തിന് വരുന്ന ആളുകൾക്ക് 3 നേരം ഭക്ഷണവും താമസവും ഒരുക്കുക. സമാപനത്തിനെത്തുന്ന നേതാക്കൾക്ക് മാത്രമായി 1200ഓളം പേർക്കിരിക്കാവുന്ന സ്റ്റേജ് പണിയുക. അതൊക്കെ മറ്റൊരാളിൽ നിന്നും 1 രൂപ പോലും വാങ്ങാതെ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എത്ര വലിയ ഹൃദയം വേണം. ഓരോ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യുന്നതിനായി മാത്രം സ്വന്തമായി 10 JCBകൾ വാങ്ങി നൽകിയ ആ മനുഷ്യൻ നമ്മൾ അറിഞ്ഞും അറിയാത്തതുമായ ആയിരക്കണക്കിന് നന്മകൾക്ക് നിശബ്ദമായി സാക്ഷിയായി. പണമല്ല, പടച്ചവൻ നൽകിയ കനിവാണ് തൻ്റെ സമ്പാദ്യമെന്ന് അദ്ദേഹം ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിച്ചു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ സെൽഫി വീഡിയോ ഇട്ടും റീൽസ് ചെയ്തും ഞാനെന്ന ഭാവം ആഘോഷിക്കുന്നവർക്ക് ഇതൊരു വലിയ പാഠമാണ്. മഹാപണ്ഡിതന്മാരുടെ സദസ്സിൽ കേവലം സെൽഫ് പ്രൊമോഷന് വേണ്ടി ഇടിച്ചു കയറുന്നവർ ഇതൊന്ന് ചിന്തിക്കണം. പൊതുപ്രവർത്തനം എന്നത് കാട്ടിക്കൂട്ടലല്ല, അത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതാണ്. സമ്പത്തുള്ളവനല്ല, അത് ചിലവഴിക്കാൻ മനസ്സ് കാണിക്കുന്നവനാണ് യഥാർത്ഥ ധനികൻ. ഇബ്രാഹിം ഹാജിക്ക, നിങ്ങൾ ഈ കാലഘട്ടത്തിനൊരു അത്ഭുതമാണ്. നാഥൻ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.